എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. ചിലവർക്ക് നല്ലതായിരിക്കും, ചിലവർക്ക് അത് മോശമായിരിക്കും. നീലൂട്ടന്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരിക്കൽ പോലും ഫ്ലൈറ്റിൽ കയറുമെന്ന് വിചാരിക്കാത്ത എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ 2021 ജോഷ് ആപ്പിന്റെ ഒരു ഇവന്റിന് വേണ്ടി മുംബൈയിലോട്ട് പോയതാണ്. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ഇത്ര വലിയ കാര്യമൊന്നും അല്ല എന്ന് പറയാൻ 100 പേര് കാണും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നീലൂട്ടൻ ഫ്ലൈറ്റിൽ കയറിയപ്പോ കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നെങ്കിലും ആള് പാല് കുടിച്ചപ്പോ ഒന്ന് കാമായി. കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അപ്പൂപ്പന്റെ കയ്യിലിരുന്ന് നീലൂട്ടൻ നല്ല ഉറക്കമായി. കുഞ്ഞു കുട്ടികളായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യുന്ന ടൈമിൽ എയർ പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ചെവിയിലുള്ള ഡിസ്കംഫർട്ട് മാറാൻ വേണ്ടി ഒന്നെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പാസിഫയർ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഫീഡും ചെയ്യാം. എനിക്ക് പറ്റിയൊരു ചെറിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, സാധാരണ അവൻ പാല് കുടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ലോഞ്ചിൽ വെച്ച് അവന് ഫുഡ് കൊടുത്തു. അതുകൊണ്ട് അവന് പാല് കുടിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ നീലൂട്ടന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് വലിയ സീൻ ഇല്ലാതെ കഴിഞ്ഞു. പക്ഷെ ഇത് ജസ്റ്റ് ഒരു 1 hour ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞില്ലല്ലോ, ചെന്നൈ. ഉഞ്ചന കൊച്ചു ഇപ്പൊ ചെന്നൈയിലാണ്. ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? ഉഞ്ചന്റെ ഓഫീസിലോട്ട്. ഉഞ്ചൻ ഓൾറെഡി അറിയാം ഞങ്ങൾ വരുമെന്ന്, പക്ഷെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അറിയില്ല കേട്ടോ. ഉഞ്ചന്റെ റിയാക്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ.